Good morning. Good morning, ma'am. Good morning. Good morning. Morning, ma'am. Good morning. Okay. നമ്മളിപ്പോ ഇമേജ് ആണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇമേജ് വായിച്ചു നോക്കിയോ? വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. 1 മിനിറ്റ് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്തല്ലോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. Management and administration has to take sure. അപ്പോ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പോയിന്റ് വൈസ് ആയിട്ട് 4 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. Every hospital must have well-defined awareness and training program for all category of personnel concerning biomedical waste management. ബയോമെഡിക്കൽ വേസ്റ്റില് കുറെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. ആ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്ത് കൊടുക്കണം എന്നാ പറയുന്നത്? അവയർനെസ് കൊടുക്കണം. അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവയർനെസ് പ്രോഗ്രാംസും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റില് നമ്മുടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അതിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി എന്താ? ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ് ഇൻ എ മാനർ ദാറ്റ് ദ acceptable each hospital should set up a hospital based management committee. അതുപോലെ തന്നെ എന്താണ് ഈ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്? നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കാനായിട്ട് നമ്മൾ ആ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലേ, ട്രെയിനിങ്ങുകൾ, അവയർനെസ് പ്രോഗ്രാംസുകൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക്, ആ വർക്കേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റിനെ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു മാനേജ്മെന്റ് ടീം, ആ കമ്മിറ്റി ടീമിനെ നമ്മൾ സെറ്റപ്പ് ചെയ്യാം. പിന്നെന്താ പറയുന്നത്? This committee should be liable for making the hospital's specific action plan for the hospital waste management and its supervision, monitoring and implementation. ഇവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞു കമ്മിറ്റിനെ സെറ്റപ്പ് ചെയ്യണം അല്ലെ. ആ കമ്മിറ്റി, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി എന്ത് ചെയ്യണം? എന്തിന് ലയബിൾ ആയിരിക്കണം? ഈ ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാനുകൾ, ആ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷനുകൾ എടുക്കാനായിട്ട് ലയബിൾ, ബാധ്യതയുള്ളവരാണ് ആര്? ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. അവരായിരിക്കണം ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അത് എന്താ ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താ? ഇയർലി റിപ്പോർട്ട്സ് ആക്സിഡന്റ് നീഡഡ് ആസ് റിക്വയർഡ് അണ്ടർ BMB rules should be submitted to the concerned authorities as in keeping BMW hospital management, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഫോർമാറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ഇയർലി നമ്മൾ അതെന്ത് ചെയ്യാം? ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടുള്ള ആ റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ, ആ റിപ്പോർട്ടുകള് കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം? അതോറിറ്റിക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇയർലി റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത് കൺസേൺഡ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ആ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ അവയർനെസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യേണ്ടത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാം. ആ കമ്മിറ്റി ആയിരിക്കണം എന്തിന് ലയബിൾ എന്ന് പറയുന്നത്? ഈ ഹോസ്പിറ്റൽ വേസ്റ്റുമായിട്ടുള്ള ആ സ്പെസിഫിക്
ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് അവരായിരിക്കണം. ഈ കമ്മിറ്റികളായിരിക്കണം, കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കണം അത് ലയബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യാം, ഓരോ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. കമ്മിറ്റിയുമായിട്ട് ഇങ്ങനെയുള്ള ആക്ഷൻ പ്ലാനുകളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും സൂപ്പർവൈസ് ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതും ഈ കമ്മിറ്റിയാണ്. അതുപോലെ ഇയർലി റിപ്പോർട്ടുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എന്ത് ചെയ്യണം, കൺസേൺഡ് അതോറിറ്റിക്ക് സമർപ്പിക്കും. ഇനി എന്താണ് മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസിങ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എന്താണ് വേസ്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് താഴെ 4 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആസ് ഫാർ ആസ് പോസിബിൾ purchase of reusable items made of glass and metal should be promoted. ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഈ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ്? ഗ്ലാസ്, അതുപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അതുപോലെ കാർഡ്ബോർഡുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് റീയൂസബിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താണ് അതിന്റെ വേസ്റ്റുകൾ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ് ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി കെമിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അത് നമ്മളിപ്പോ ഒരു എന്താണ് പരിസ്ഥിതിയിലേക്ക് അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദീർഘനാളിൽ ലോങ് ടൈം അവിടെ എന്താണ് അത് നശിയാതെ കിടക്കുന്നത്. അതൊക്കെ എന്താണ് പ്രകൃതിക്കായാലും നമ്മളുടെ ജനങ്ങൾക്കായാലും അതൊക്കെ വളരെ എന്താണ് എന്താ പറയാ ദോഷകരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് എന്താണ്, നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. ഇനി അഡോപ്റ്റ് proceeds അതുപോലെ തന്നെ and policies for achieving management of waste products produced. ഇവിടെ പറയുന്നത് അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് അല്ലെ. എന്താണ് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിൽ എന്താണ് വേസ്റ്റുകൾ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും കുറേയധികം നമ്മൾ പറയുന്നു അല്ലെ, കുറേയധികം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾക്ക് എത്രയാണ് 24 hours ഇമേജിൽ വരുന്ന വേസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമേജ് പ്ലാന്റിൽ വരുന്നത്. അപ്പൊ അത്തരത്തില് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ടൈമും ഇങ്ങനെ വേസ്റ്റുകൾ എന്താണ് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റുകളെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും അഡോപ്റ്റ് ചെയ്യണം. പിന്നെന്താ, എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് recycling policy for plastic recycling and contact with the authorized manufacturers. എന്താണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട, റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരികയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതോറിറ്റി മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും വേണം. ഓക്കെ, ഓതറൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് അത് റീസൈക്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കോണ്ടാക്ട്സുകൾ നമ്മൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് എടുക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റുകളെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയ 2 കാര്യങ്ങളും.
നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം കേട്ടോ. ഇമേജ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഓരോ മെത്തേഡ്സുകൾ നോക്കി വെക്കുക കേട്ടോ. ഡിസ്പോസൽ മെത്തേഡുകൾ നോക്കി വെക്കുക. പിന്നെ ബോക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഏത് കാറ്റഗറി, ഏത് വേസ്റ്റ് ആണ്, ഏത് കളർ ബോക്സിലാണ് അത് ഇട്ട് വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഏത് മെത്തേഡാണ്, ഡിസ്പോസൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പഠിക്കാനുള്ളത് MOEFന്റെ ഫുൾ ഫോം പഠിക്കാം, ചോദിക്കാറുണ്ട്. വേസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്, നോൺ ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്. ഹസാർഡ്സ് വേസ്റ്റിൽ ഏതൊക്കെയാണ്, ഇൻഫെക്ഷസ് വേസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത്, അതർ വേസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ WHO എത്ര കാറ്റഗറൈസ് ആയിട്ടാണ്, 8 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെഡിക്കൽ വേസ്റ്റുകൾ. അത് ചോദിക്കാറുണ്ട് എത്ര എണ്ണമാണ് എന്നുള്ളത്. ഒബ്ജക്റ്റീവ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ അനദർ നെയിംസ് നമ്മൾ പഠിച്ചു അല്ലെ. 1-2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്, ഇത്തരത്തിലുള്ള പേരുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും പറയുന്നുണ്ട്, പിന്നെ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? റേഡിയോളജി. ചാപ്റ്റർ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. 36. Chapter 6, Radiology and Imaging Service. Okay, എല്ലാവരും എടുക്കും കേട്ടോ. 1 minute ചാപ്റ്റർ എടുത്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞാല്? നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? കണ്ടിട്ടുണ്ടോ റേഡിയോളജി? അത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്? എക്സ്റേ എടുക്കുന്നുണ്ട് അല്ലെ? ആ, എക്സ്റേ മാത്രമാണോ എടുക്കുന്നത് അവിടെ? സ്കാനിങ്ങുകൾ അല്ലെ, CT സ്കാൻ ഉണ്ടാവും, അൾട്രാസൗണ്ട് അല്ലെ, MRI, ഇതൊക്കെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എന്താണ് നമ്മൾ എടുക്കുന്നത് അല്ലെ, സ്കാനുകളാണ് അവിടെ ചെയ്യുന്നത്. നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. എന്താണ്? ഏത് ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലും ഉണ്ടാവില്ല. എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? ഏത് രോഗികൾ വന്നാലും അവരുടെ രോഗം നിർണ്ണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സ്കാനുകൾ പറയാറുണ്ട്. അതുപോലെ
ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട് ലാബുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള ഇവിടെ പറയുന്നത് പല സ്കാനുകൾ, എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, അങ്ങനെയുള്ള സ്കാനുകൾ നമ്മൾ എടുത്തുകൊണ്ട് അതിന്റെ ഇമേജുകൾ നോക്കി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആളുകളുടെ രോഗങ്ങൾ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് രോഗം എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഈ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതെ ഒരു ഹോസ്പിറ്റലും ഉണ്ടാകില്ല. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണെന്ന് പറയാം. റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? മെഡിസിന്റെ അല്ലെ, വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണെന്ന് പറയാൻ പറ്റും. That deals with the radiant energy in the diagnosis and treatment of diseases by using imaging technologies. നമ്മൾ എങ്ങനെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എങ്ങനെയാണ് സ്കാനുകളൊക്കെ ചെയ്യുന്നത്? റേഡിയന്റ് എനർജി അല്ലെ, റേഡിയന്റ് എനർജി, റേഡിയോ തരംഗങ്ങള് പുറത്ത് വിട്ടുകൊണ്ട് നമ്മൾ സ്കാനുകൾ എടുത്ത് അതിന്റെ ഇമേജുകളിലൂടെയാണ് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് വേണ്ടതായിട്ടുള്ള രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിങ്. അപ്പൊ എന്താ പറയുന്നത്? മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ് ആണ് അല്ലെ, ഒരു ദൃശ്യവൽക്കരണമാണ് അല്ലെ. ഇമേജുകൾ, ബോഡി പാർട്സുകളുടെ ഇമേജുകൾ എടുക്കുന്നുണ്ട്, ടിഷ്യൂസിന്റെ ഇമേജുകൾ, ഓർഗൻസ് അല്ലെ, നമുക്ക് ഇന്റേണൽ ഓർഗൻസിന് അങ്ങനെയുള്ള ആന്തരിക അവയവങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്നോസിസ് ചെയ്ത് അത് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് കൊടുക്കുന്നത്. അപ്പോ ഈ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യവൽക്കരണമാണ്, ബോഡി പാർട്സിന്റെ ഒരു ദൃശ്യവൽക്കരണമാണെന്ന് പറയാൻ പറ്റും. ഇനി നോക്കി, the term imaging incorporates incorporates of the following. Composes എന്നുള്ളത് വിട്ട incorporates നോക്കാം. അപ്പോ the term imaging incorporates of the following. ഏതൊക്കെയാണ് നോക്കിയേ? ഏതൊക്കെ ടൈപ്സുകൾ ഉണ്ടെന്ന് നോക്കാം. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഫസ്റ്റ് നമുക്ക് നോക്കാം എക്സ്റേ. എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ ഈസ് എ റാപ്പിഡ് pain-free procedure that is done to create images of these structures within the body, peculiarly the bones. എന്താണ് എക്സ്റേ എന്തിനാ എടുക്കുന്നത്? നമ്മള് എന്തിനാണ് എടുക്കാം? എക്സ്റേ എടുക്കുമ്പോ നമുക്ക് വേദന എടുക്കാറുണ്ടോ? എക്സ്റേ റിസൾട്ട് എങ്ങനെ കിട്ടുന്നത്? നമുക്ക് പെട്ടെന്നാണോ അല്ലെങ്കിൽ കുറെ നേരം നമ്മൾ ഇരുന്നിട്ടാണോ കിട്ടുന്നത്? ബോൺസിനാണ് എക്സ്റേ എടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് നോക്കി, എക്സ്റേ ഈസ് റാപ്പിഡ് അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഇനി എന്താണ്? പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ. നമ്മൾ എക്സ്റേ എടുക്കുമ്പോ നമ്മളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് എടുക്കുമ്പോ നമുക്ക് വേദന ഒന്നും ഇല്ല അല്ലെ, എടുക്കാറില്ല. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ബോൺസിന് നമ്മൾ എല്ല് പൊട്ട, ഫ്രാക്ചർ ഉണ്ടോ എന്ന് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്. പ്രത്യേകമായിട്ട് ബോൺസിനാണ് എക്സ്റേ എടുക്കുന്നത്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. അപ്പൊ എക്സ്റേ പ്രത്യേകമായിട്ട് ബോൺസിനാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. 3 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? അൾട്രാസൗണ്ട്. Ultrasound. High frequency sound waves make images of soft tissues
ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. നമുക്കറിയാം എന്താണ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും ഇമേജുകൾ എടുക്കുന്നതിനെയാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, മുറിവുണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കാതെ അല്ലെ മുറിവുണ്ടാക്കാത്ത രീതിയിലാണ് ആ പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെ. അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് പ്രഗ്നൻസി സമയത്തൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മുറിവുണ്ടാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ല അല്ലെ. അതാണ് അവിടെ പറയുന്നത് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, മുറിവുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊസീജിയർ ആണ്, സേഫ് ആണ് അല്ലെ. ഈ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് സേഫ് ആണ്. ടു ഒബ്സർവ് ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭ്രൂണം അല്ലെ. ഭ്രൂണത്തിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് അതെങ്ങനെയാണ് അതിന് നമുക്കറിയാം. ഇങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടറുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ കുഞ്ഞുങ്ങള് അനക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബോഡി വെയിറ്റ്, ഹാർട്ട് ബീറ്റ് നമുക്കറിയാൻ പറ്റും, ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് സേഫ് ആണ്, നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. ഇനി എന്താ ഇനി അവിടെ പറയുന്നത് ജസ്റ്റ് സ്ക്രീനിൽ ഒരു തെറ്റുണ്ട് ഞാൻ പറയാം. ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്റ്റിംഗ് ജെൽ. കറക്റ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ PDF-ല് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ലേ? ഞാൻ വായിച്ചതുപോലെ തന്നെയാണോ? സ്ക്രീനിൽ തെറ്റാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്റ്റിംഗ് ജെൽ. ഓക്കെ, അപ്പൊ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന മിഷനാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എവിടെയാണോ ഇപ്പൊ വയറിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ജെല്ല് പരട്ടിയിട്ട് ആ മിഷൻ ഒന്ന് പ്രസ് ചെയ്യും അല്ലെ. നമ്മുടെ സ്കിന്നിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ്, കുഞ്ഞെങ്ങനെയാണ് അനങ്ങുന്നത് കാണാൻ പറ്റും നമുക്ക് സ്ക്രീനിൽ. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് അല്ലെ, അതുപോലെ തന്നെ അവരുടെ വെയിറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് സ്ക്രീനിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്ന മിഷനാണ്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഒരു ജെല്ല് പരത്തിയിട്ട് ആ മിഷൻ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ആ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അൾട്രാസൗണ്ടിന്റെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് CT സ്കാൻ. CT സ്കാൻ നോക്കിയേ. A CT scan, known in the name of as computer tomography scan. എന്താണ് ചെയ്യാം? CT സ്കാനിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് പറയുന്നത്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ചോദിക്കാവുന്നതാണ് കേട്ടോ. Maker of computer process the blended of many X-rays measurements. അവിടെ ഒരു സ്ക്രീനിൽ തെറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. ടേക്കൺ ഫ്രം എന്നാണ് കേട്ടോ അവിടെ. X-ray measurements taken from different angles to generate cross-sectional image of specific areas of the object, allowing the user to see inside the object without cutting. എന്താ പറയുന്നത്? ഈ CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ്. പണ്ട് കാലങ്ങളിൽ ഈ CT സ്കാൻ ഒന്നും ഇല്ലാത്ത കാലങ്ങളിൽ ഈ X-ray ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ X-ray എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, മുറിവോ ചതവോ അല്ലെങ്കിൽ എല്ല് പൊട്ടലോ എല്ലൊടിയലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് X-ray എടുക്കാൻ പറയും അല്ലെ. അങ്ങനെ X-ray എടുക്കുമ്പോ എന്താണ് നമുക്ക് ഒരു ഇമേജ് മാത്രം കിട്ടുള്ളൂ അല്ലെ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? X-ray എടുക്കുമ്പോ എന്താണ്, ഇപ്പൊ ചെസ്റ്റിന്റെ X-ray എടുത്തു കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ ആ ഇമേജ് മാത്രം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൈയുടെ X-ray എടുത്തു കഴിഞ്ഞാൽ കൈ എങ്ങനെയാണ്, എല്ലൊടിവുണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, X-rayയിൽ കിട്ടുന്നത് ഒരു ഇമേജ് മാത്രമായിരിക്കും. ആണോ? ഓക്കെ, ഇനി എന്താണ് ടെക്നോളജി ഒക്കെ നല്ല രീതിയിൽ അഡ്വാൻസ് ലെവലായി. അപ്പൊ എന്ത് കഴിഞ്ഞു? ഫസ്റ്റ് ടൈമിൽ X-ray ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ടെക്നോളജി അഡ്വാൻസ് ആയ പുതിയ ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോ CT സ്കാൻ വന്നു.
CT സ്കാനില് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ് കിട്ടുന്നത് അല്ലെ. CT സ്കാൻ എടുത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? അറിയാൻ പറ്റും അല്ലെ. പല രീതിയിലുള്ള ഇമേജുകൾ ആ ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ. എക്സ്റേ പോലെയാണോ CT സ്കാന്റെ ആ റിസൾട്ട് കിട്ടുന്നത്? എക്സ്റേ ആണെങ്കിൽ എന്താണ്, ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. CT സ്കാൻ ഒക്കെ എടുത്തു കഴിഞ്ഞാലോ, CT സ്കാൻ MRI ഒക്കെ എടുത്തു കഴിഞ്ഞാലോ എന്താണ്, പലതരത്തിലുള്ള ഇമേജുകൾ ഉണ്ടാവും അല്ലെ. ആണോ? അതാണ് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ CT സ്കാൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. 360 ഡിഗ്രി റൊട്ടേഷനിലാണ് ഇതിന്റെ ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതാണ് പല ഇമേജുകളായിട്ട് കാണുന്നത്, പല പൊസിഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് CT സ്കാൻ വഴി ഇമേജുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എവിടെയാണോ ചതവ്, കറക്റ്റ് ആയിട്ട് നമുക്ക് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് CT സ്കാനിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്റേക്ക് കോസ്റ്റ് കുറവാണ്, CT സ്കാൻ എന്താണ്, കോസ്റ്റ് കൂടുതലാണ്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, MRI. MRIയുടെ ഫുൾ ഫോം എന്താ? MRI എന്തായിരിക്കാം ഫുൾ ഫോം MRIയുടെ? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. എഴുതി വെക്കാട്ടോ, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. Strong magnetic field and radio waves are used to view structure and create three-dimensional images. Show blood clot damage, torn ligaments and tendons, other soft tissue abnormality, non-invasive. Non-invasive എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? Normality, non-invasive. MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്, MAGNITIC, RESONANCE, റിസോണൻസ് ഇമേജ്. സ്പെല്ലിംഗ് ആണോ? ഓക്കെ, ഞാൻ പറയാം. MAGNITIC, magnetic resonance, RESONANCE, image, IMAGE. ഓക്കെ, MRIയുടെ ലാസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അബ്നോർമാലിറ്റി ഇൻവാസീവ് എന്നാണ്. അത് നോൺ ഇൻവാസീവ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നോൺ ഇൻവാസീവ് ആക്കാം, കറക്റ്റ് ആക്കാം. ഓക്കെ, അപ്പൊ MRI നോക്കിയേ. MRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ റേഡിയോ വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്തെടുക്കുന്നത്, ഈ MRI എടുക്കുന്നത്. MRIനെ പറയുന്നത് എന്താണ്? 3-dimensional ഇമേജ് ആണ്. അതാണ് ഇമ്പോർട്ടന്റ്, അണ്ടർലൈൻ ചെയ്യാം. 3-dimensional ഇമേജ് എന്ന് പറയുന്നത് ത്രിമാന ചിത്രങ്ങൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ MRI എന്ന് പറയുന്നത് കേട്ടോ. MRIയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ത്രിമാന ചിത്രങ്ങൾ, 3-dimensional ഇമേജ് ആണ് MRIയിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ MRI എടുത്തു കഴിഞ്ഞാല് ബ്ലഡ് കോട്സുകൾ, അതിന്റെ ഡാമേജ്, രക്തം കട്ട പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ ടോൺ ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അബ്നോർമാലിറ്റി വരെയുള്ളോ? അതും കൂടി ഒന്ന് എഴുതി ചേർക്കാം കേട്ടോ. നോൺ ഇൻവാസീവ് ആക്കാം.
സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇൻവാസീവ് ആണ്, ഇൻവാസീവ് അല്ല, നോൺ NON എന്ന് കൂടി ചേർത്ത് കൊടുക്കാം. നോൺ ഇൻവാസീവ്. ഓക്കെ, ചേർത്തോ? ഓക്കെ, അപ്പോ ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജോൺ ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടെൻഡൻസ് എന്ന് പറഞ്ഞാല് മസിൽസും ബോൺസും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ MRI എടുക്കുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അബ്നോർമാലിറ്റി ടിഷ്യൂസ്, സോഫ്റ്റ് ടിഷ്യൂസ്, അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വാഭാവികത്വം. ഇപ്പോ നമുക്ക് എന്തെങ്കിലും ക്യാൻസർ, അതുപോലെ തന്നെ ഈ എന്താ പറയാ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നട്ടലിന്റെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ എന്താ തലച്ചോറിന് ഉള്ള ട്രീറ്റ്മെന്റുകള്, കഴുത്തിന്റെ ഭാഗത്തുള്ള ട്രീറ്റ്മെന്റുകള്, വയറ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിന് ട്രീറ്റ്മെന്റുകൾ ഒക്കെ നമുക്ക് ഈ MRI എടുക്കുന്നതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. അതിലൂടെ ഇപ്പൊ സ്പൈനൽ കോഡിനാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ MRI എടുത്ത് അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് MRIയിലൂടെ സാധിക്കുന്നത്. നോൺ ഇൻവാസീവ് ആണ്, വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ മുറിവുണ്ടാക്കാതെയുള്ള പ്രൊസീജിയർ ആണ് MRIയിൽ ചെയ്യുന്നത്, അല്ലെ? MRI, CT സ്കാൻ, എക്സ്റേ, അൾട്രാസൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ വേദനിപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയിട്ടാണോ എടുക്കുന്നത്? അല്ല, ഇതൊക്കെ എന്താണ്? മുറിവുണ്ടാക്കാതെയാണ്, അല്ലെ? അതാണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, MRI വരെയാണ് നമ്മൾ എടുത്തത്. ഒന്ന് വായിച്ചു നോക്കി, MRI വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ? ഡയഗ്നോസ്റ്റിക് അറിയാം അല്ലെ? രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടത്. രോഗനിർണയം നോക്കാം. റേഡിയോളജിസ്റ്റ് എംപ്ലോയി ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT scan and MRI scan to identify disorders throughout the body. എന്താണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ പാർട്സിന്റെ ചിത്രങ്ങൾ എടുത്ത് രോഗം നിർണയിച്ച് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നു. അതിനുവേണ്ടി സഹായിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് റേഡിയോളജിസ്റ്റുകള്. ഇവിടെയും പറയാം, ഇന്റേണൽ പാർട്സിന്റെ ചിത്രങ്ങൾ എടുത്ത് രോഗങ്ങൾ നിർണയിച്ച് ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കും. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ ഈ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ
എക്സ്റേ എടുക്കും, CT സ്കാൻ എടുക്കും, അൾട്രാസൗണ്ട് എടുക്കും, MRI സ്കാൻസ് എടുക്കും. ഇങ്ങനെ സ്കാനുകൾ എടുത്ത് ഇമേജുകൾ നമ്മൾ എടുത്തുകൊണ്ട് ബോഡിയിലെ മൊത്തത്തിലുള്ള ത്രൂ അവിടുത്തെ ബോഡിയിലെ മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ്, രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റുകളുടെ സഹായത്തോടു കൂടി MRI, CT സ്കാൻ, അതുപോലെ അൾട്രാസൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ബോഡിയിലെ മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിങ് മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ്, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. ഇവിടെ പറയുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ദി യൂസിങ് മിനിമലി ഇൻവാസീവ്. മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് രോഗം നിർണയിക്കുന്നതാണ് എന്ത്? ഇന്റർവെൻഷണൽ റേഡിയോളജി. പെയിൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ചെറുതായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജറി പോലെയുള്ള വലിയ മുറിവുകളല്ല, ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ രോഗങ്ങളെ നിർണയിച്ച് അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇമേജുകൾ എടുത്തുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അത് ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് നോക്കിയേ, ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങള്. This includes imaging and treatment of blood vessels, angiography. ഇനി എന്താണ്? ബയോപ്സി പ്രൊസീജിയർ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കാർഡിയാക് കത്തീഡ്രൈസേഷൻ. നെക്സ്റ്റ് വരുന്നത് ആൻജിയോപ്ലാസ്റ്റി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മിനിമലി ഇൻവാസീവ് ആയിട്ടുള്ള അല്ലെ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നത്. ആൻജിയോഗ്രഫി ഉണ്ട്, ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീഡ്രൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസിന്റെ ഇമേജുകൾ എടുക്കുന്നു അല്ലെ. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസൽസിന്റെ ഇമേജുകൾ. ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെസൽസ് രക്തക്കുഴലുകൾ അല്ലെ, രക്തക്കുഴലുകള് പറയാറില്ലേ നമ്മള്? ഓക്കെ, അതിനെയാണ് നമ്മൾ വെസൽസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് വെസൽസിന്റെ ഇമേജുകളാണ് എടുക്കുന്നത്. പ്രധാനമായിട്ടും കൈകളിൽ ഒരു ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ടൈനി ട്യൂബ്, കത്തീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു പ്ലാസ്റ്റിക് ടൈനി ട്യൂബാണ്. അത് കടത്തിവിട്ട് ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രക്തക്കുഴലുകൾ അടങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ കൈകളിലൂടെ ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് കത്തീറ്റർ എന്ന് പറഞ്ഞാല് സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബാണ്. അപ്പൊ ആ ട്യൂബ് കടത്തിവിട്ടുകൊണ്ട് ഈ രക്തക്കുഴലുകൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, രക്തക്കുഴലുകൾക്ക് ബ്ലോക്കുകളുണ്ടോ, അടങ്ങിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബയോപ്സി പ്രൊസീജിയർ അല്ലെ. കേട്ടിട്ടുണ്ടാവും അല്ലെ ബയോപ്സി? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോപ്സി പ്രൊസീജിയർ? ഏത് തരത്തിലുള്ള പേഷ്യൻസിനാണ് ബയോപ്സി ചെയ്യുന്നത്? ക്യാൻസർ പേഷ്യൻസിന് അല്ലെ ബയോപ്സി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇത് ബയോപ്സി പ്രൊസീജിയർ യൂസ് ചെയ്യുന്നുണ്ട്. ബയോപ്സി പ്രൊസീജിയർ എന്നാൽ എന്താണ്? എന്തെങ്കിലും ഭാഗത്ത് അല്ലെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലുമൊക്കെ രൂപപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്? ടിഷ്യൂസോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കും, ടെസ്റ്റിന് അയച്ചു കൊടുക്കും.
ടെസ്റ്റില് എന്താണ് എന്തെങ്കിലും രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്യാൻസർ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ടെസ്റ്റിലൂടെ സാധിക്കും. അതുപോലെ തന്നെ പറയുന്നത് ഓൾറെഡി ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അത് ഇങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്തതിലൂടെ ക്യാൻസർ ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് മാറിയോ ഇല്ലയോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ നടത്തി ക്യാൻസർ ഉണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ബയോപ്സി പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാല് അതിൽ നിന്ന് ടിഷ്യൂസുകൾ എടുത്ത് ടെസ്റ്റിന് അയച്ചു കൊടുക്കും. അയച്ചിട്ട് അവരുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും. കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തുമായിട്ടായിരിക്കും വരുന്നത്? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലേ. ഓക്കെ, കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാർഡിയോളജിസ്റ്റ് ആണ് അതിന്റെ പ്രൊസീജിയർ ചെയ്യുന്നത്. കാർഡിയോളജിസ്റ്റ് ആയിരിക്കും അതിന്റെ പ്രൊസീജിയർ ചെയ്യുന്നത്. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ പ്രൊസീജിയർ ആണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹാർട്ടിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ കത്തീഡ്രൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാൽവ് മാറ്റിവെക്കുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. വാൽവ് മാറ്റിവെക്കുന്നതൊക്കെ അതൊക്കെ ഈ കത്തീഡ്രൈസേഷൻ വഴിയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മള് സ്റ്റെന്റ് ഇടാറുണ്ട് ഇല്ലേ. എന്താണ്, 3 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ 3 ബ്ലോക്ക് വരെ നമുക്ക് സ്റ്റെന്റ് ഇട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റും. അതൊക്കെ എന്താണ് ഈ കത്തീഡ്രൈസേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ കത്തീറ്റർ കടത്തി വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബാണ് ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. വാൽവുകൾ മാറ്റിവെക്കാനായിട്ട് ഈ രീതിയിൽ കൂടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഇനി എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഒരു ലാബ് ഉപയോഗിക്കുന്നുണ്ട്. ലാബിന്റെ പേരറിയോ എന്താണെന്നുള്ളത്? കത്തീഡ്രൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലാബ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണത്? അതിന് പറയുന്ന പേരാണ് ക്യാത്ത് ലാബ്. CATH, ക്യാത്ത് ലാബ്. ഓക്കെ, ക്യാത്ത് ലാബ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർഡിയാക് കത്തീഡ്രൈസേഷനിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മള് ആൻജിയോഗ്രഫി പറഞ്ഞു, ബയോപ്സി പ്രൊസീജിയർ പറഞ്ഞു, കാർഡിയാക് കത്തീഡ്രൈസേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ. വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ആൻജിയോപ്ലാസ്റ്റി? ഇല്ല. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റിയുടെ എന്താണ് അനദർ നെയിം ആണ് എന്ത്? ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇനി എന്താണ് ആൻജിയോപ്ലാസ്റ്റി? നമ്മൾ പറഞ്ഞു 3 ബ്ലോക്ക് വരെ നമുക്ക് സ്റ്റെന്റ് ഇടാം. 3 ബ്ലോക്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബൈപ്പാസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ബൈപ്പാസ്. ഓക്കെ, അപ്പോ ബൈപ്പാസ് സർജറി ഞാൻ പറഞ്ഞത് 3 ബ്ലോക്കിൽ നമുക്ക് സ്റ്റെന്റ് ഇട്ട് നിർത്താൻ പറ്റും. 3 ബ്ലോക്കിൽ കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറി അല്ലെങ്കിൽ ബൈപ്പാസ്. ഓപ്പൺ സർജറിയാണ് ബൈപ്പാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇനി എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം. ആൻജിയോഗ്രഫി വഴി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ആൻജിയോഗ്രഫി ഇമേജുകൾ എടുക്കുന്നത് ഇല്ലേ. രക്തക്കുഴലുകൾ അടഞ്ഞിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും എന്താണ് ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇമേജുകൾ എടുക്കുന്നതാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലെ. ആൻജിയോഗ്രഫി വഴി നമ്മൾ ഇമേജുകൾ എടുക്കുന്നു. അങ്ങനെ ഇമേജ് നമുക്ക് കിട്ടി. കത്തീഡ്രൈസേഷൻ ചെയ്യുന്നു. എന്താണ് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത്, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകളിലൂടെ എന്ത് ചെയ്യുന്നത്? കത്തീറ്റർ കടത്തി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലോക്കുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ കത്തീഡ്രൈസേഷൻ ചെയ്യുന്നു. കത്തീറ്റർ കടത്തി വിടുമ്പോ
എന്താണ് കത്തീറ്റർ കടത്തി വിടുമ്പോൾ അതിന്റെ ടിപ്പില് ആ പ്ലാസ്റ്റിക് ട്യൂബിന്റെ ടിപ്പില് ഒരു നീഡിലും അതുപോലെ തന്നെ ബലൂണും ഉണ്ടാവും. ഒരു നീഡിലുണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ബലൂണും ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് വെസൽസിലൂടെ കടന്നു പോകുമ്പോൾ ഏത് പ്ലേസിൽ വെച്ചാണോ ഈ ബ്ലോക്ക് ഉള്ളത്, രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ എന്താണ് ആ രക്തക്കുഴലുകളിൽ ഫാറ്റ് വന്നിങ്ങനെ അടഞ്ഞിരിക്കും അല്ലെ. അപ്പൊ അതാണ് അവിടെ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിൽ എത്തുമ്പോൾ ബലൂൺ എന്ത് ചെയ്യും, വീർക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ബലൂൺ വീർക്കുമ്പോ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ എന്താ ബ്ലഡ് വെസൽസിന്റെ ഭിത്തികളും ഈ ബലൂണിന്റെ കൂടെ വീർക്കാനായിട്ട് തുടങ്ങും, വികസിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വികസിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെന്റ് ഇട്ട് കൊടുക്കുന്നു. സ്റ്റെന്റ് എന്ന് പറഞ്ഞാല് ഒരു മെറ്റൽ മെറ്റീരിയൽ ആണ്. ഓക്കെ, ആ സ്റ്റെന്റ് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ രക്തം കറക്റ്റ് ആയിട്ട് ഫ്ലോ പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അതാണ് ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെന്റ് ഇടുന്നത് കേട്ടോ. ഇനി സ്റ്റെന്റ് ഇടുന്നത് 3 ബ്ലോക്ക് വരെ ഇടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫുൾ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇത്രയും വരെയും എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനായിട്ട് നമുക്ക് ഇത്രയും ടൈം വേണം. അപ്പോ ഇത്രയും വരെ എടുത്ത് നിർത്താം നമുക്ക്. ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? ഒന്ന് വായിച്ചു നോക്കി പറഞ്ഞ കാര്യങ്ങൾ. എളുപ്പമാണ് ഈ ചാപ്റ്റർ, കുഴപ്പമില്ല. പെട്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ടും അധികം ബോറൊന്നും അടിക്കില്ല നമുക്ക് ഈ ചാപ്റ്റർ. പെട്ടെന്ന് തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയുണ്ട്? ബോറടിച്ചോ ചാപ്റ്റേഴ്സ്? ബോറിങ്ങായിരുന്നോ? ഇല്ല, ഓക്കെ. ഇനി ഒരു ചാപ്റ്റർ കൂടി മിസ്സിൽ എടുക്കാനുണ്ട്, വെന്റിലേറ്റർ. അത് നമ്മൾ ഈ റേഡിയോളജി എടുത്തതിന് ശേഷം അടുത്ത ആഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് വരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.